അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, തഫറഗ് ലിഇബാദതി, എനിക്ക് നീ ചെയ്യേണ്ട ഇബാദത്ത് അത് കൃത്യമായി നീ ചെയ്താൽ, ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഇബാദത്തുകൾ ചെയ്യുമ്പോ അത് നല്ല മനസ്സോടെ ഒരുങ്ങി നല്ല റാഹത്തിൽ നീ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നു, അംല ഖൽബക ഗിനാ, നിന്റെ മനസ്സ് മുഴുവനും ഞാൻ സംതൃപ്തിയും സമ്പാദ്യവും നിറച്ചു തരും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം മാനസിക സുഖാണ്. അത് നിറച്ചു തരും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വ അംല യദൈക റിസ്ഖ, നിന്റെ രണ്ട് കൈകളിലും നിനക്ക് ഞാൻ ഉപജീവനത്തിലുള്ള വഴികൾ നിറച്ചു തരും, നിന്നെ ഞാൻ ഇടങ്ങേറാക്കൂല. അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതേ ഹദീസിൽ മുത്തുനബി അപ്പുറത്ത് പറയുന്നത് കാണാം, അതിന് സമയല്ലെങ്കിൽ, ആ പറഞ്ഞ പണിക്ക് സമയല്ലെങ്കിൽ, അംല ഖൽബക ഫഖ്റ, തീർത്താൽ തീരാത്ത പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിന്റെ ഹൃദയത്തിൽ മുഴുവനും ഞാൻ നിറക്കും. എത്ര കിട്ടിയാലും തികയൂല, പോണ വഴി അറിയൂല. ഒരുമിച്ച് കൂട്ടിങ്ങനെ വെക്കുമ്പോഴേക്ക് 8ന്റെ പണി അപ്പുറത്തുകൂടെ വേറെ വരും. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിന്റെ മുമ്പിൽ ഒരുപാട് വരും. പോരാ, ജോലിയില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാകൂല. രണ്ട് കൈ കൊണ്ടും എടുക്കാൻ മാത്രം ജോലി നിനക്കുണ്ടാവും, പക്ഷെ ഒന്നും മുമ്പിൽ കാണൂല. ഇത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇബാദത്ത് കൃത്യമായി നിർവഹിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വയുഖീമുസ്സലാഹ്, നിസ്കാരത്തിൽ ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല.